ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഡി ജോഷുവ സാറിൻ്റെ വീട്ടിലാണ്. ഡി ജോഷുവ സാറിനെ വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്താതെ തന്നെ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തിന്, മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് നന്നായിട്ടറിയാം. കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു സുവിശേഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ അദ്ദേഹം ചലഞ്ച് ചെയ്തിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്തുവിലേക്ക് നയിച്ചിട്ടുണ്ട്. അത്ഭുതകരമായൊരു ശുശ്രൂഷ കേരളത്തിൽ നിർവഹിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ഡി ജോഷുവ സാർ. അദ്ദേഹത്തിൻ്റെ കൊല്ലത്ത് പട്ടത്താനം എന്ന് പറയുന്ന ഭവനത്തിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. വളരെ സന്തോഷമുണ്ട് സാറിനെ കാണാൻ സാധിക്കുന്നതിൽ. എൻ്റെ പ്രീ ഡിഗ്രി കാലത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിലമ്പൂർ ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് സാറ് വന്ന് നടത്തിയ അവിടെ വന്ന് ഒരു ക്യാമ്പിൽ, ഒരു വൺ ഡേ ക്യാമ്പിൽ വന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ജോഷ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ചരൽക്കുന്ന് ക്യാമ്പുകളിലൂടെയാണ് പരിചയം. പിന്നെ സുദീർഘമായ വർഷങ്ങളുടെ അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട്. എന്നാൽ ദീർഘനാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ഇരിക്കുവാൻ സാധിക്കുന്നത്. എനിവേ, നമുക്ക് സ്വാഗതം ചെയ്യാം ഡി ജോഷുവ സാറിനെ. യെസ് സാർ. ജോഷുവ സാറെ, എവിടെന്നാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സുദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഓർമ്മകളും എല്ലാം ഉള്ള ഒരു മനുഷ്യൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സാറിൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കോളേജ് ഇതൊന്നും മാത്രമല്ല, അതിന് മുൻപ് തന്നെ സാർ ഒരു പൂർണ്ണസമയ സുവിശേഷകനെ പോലെ തന്നെ ആയിരുന്നു. എന്നാൽ ഒരു ആരംഭത്തിന് വേണ്ടി പറയുക, സാർ IAS വേണ്ടി ട്രൈ ചെയ്ത ആളാണ് അല്ലേ? അതെ. ആ ചരിത്രം ഒന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. അത് പെട്ടെന്നുണ്ടായ ഒരു ആഗ്രഹമായതുകൊണ്ട് IAS പ്രിപ്പറേഷൻ അത്ര പറ്റിയില്ല. ഇൻഡു പത്രം നല്ലപോലെ വായിക്കുമായിരുന്നു. മറ്റേ ചില കോമ്പറ്റീഷൻ സക്സസ് തുടങ്ങിയ മാസികകളൊക്കെ വായിക്കുമായിരുന്നു. സാമ്പത്തികമായിട്ട് ക്ലേശമുള്ളതായതുകൊണ്ട് ട്രെയിനിങ്ങിനൊന്നും ട്രിവാൻഡ്രത്തൊന്നും പോയി പഠിക്കാനൊന്നും കിട്ടിയില്ല. പിന്നെ കർത്താവിലുള്ള ഭയങ്കര വിശ്വാസവും ആശ്രയബോധവും ഉള്ളതുകൊണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പഠിച്ചു. എന്നെക്കാൾ മിടുക്കന്മാർക്ക് സാധിക്കാത്ത ഒരു കാര്യം സാധിച്ചു. റിട്ടൺ പരീക്ഷയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. എന്നാൽ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വൈവ കോഴ്സ് മദ്രാസ് ചെന്നൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. നമ്മുടെ ഗോവയിലൊരു ഗവർണറായിരുന്നു അതിൻ്റെ ചെയർമാൻ. മറ്റ് പഴയ ICS ഓഫീസേഴ്സൊക്കെയാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അവർ ചോദിച്ചതിലൊരു 10-12 ചോദ്യം ബൈബിളിൽ നിന്നായിരുന്നു. അതെന്താ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാൾ സുധാകർ എന്നോട് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു, ബൈബിളിൽ ചോദ്യം വരും, പോലീസ് വെരിഫിക്കേഷനിൽ നിങ്ങൾ പരസ്യപത്രമൊക്കെ പ്രസംഗിക്കുന്നവർക്കറിയാം, അതുകൊണ്ട് ചോദിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒരുങ്ങിയാണ് പോയത്. എങ്കിലും ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. മോശ എന്തുകൊണ്ട് കനാനിൽ പ്രവേശിച്ചില്ല? അന്ന് ഞാൻ CSIയിലാണ്. അത്രയും ബൈബിൾ നോളജില്ല. സൺഡേ സ്കൂളൊക്കെ പഠിച്ചെങ്കിലും അതെനിക്ക് ഓർക്കാൻ. അതായത് IAS ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമാണ്, മോശ എന്തുകൊണ്ട് കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല. വണ്ടർഫുൾ. അതെന്നെ ചിന്തിപ്പിച്ചു. ഈ സൺഡേ സ്കൂളിൽ പൈസ കിട്ടാൻ വേണ്ടിയല്ല ഈ ബൈബിൾ പഠിക്കേണ്ടത്. ഈവൻ സെക്കുലറായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷകളിലൊന്നാണ് IAS മുമ്പുള്ള ബ്രിട്ടീഷ് സിസ്റ്റം. അവർ പോലും ഒരു മേനോനാണ് എന്നോട് ഇത് ചോദിച്ചത്. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലും ഒരു ചിന്താ വിഷയമാണ് ഇത്. അപ്പോഴെനിക്ക് മനസ്സിലായി, മോശ ലീഡർ ഓഫ് ലീഡേഴ്സ് പോലെ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണല്ലോ. അതെന്നെ കുറേ കൂടി ദൈവത്തെ സ്നേഹിപ്പാൻ എന്നെ സഹായിച്ചു. IAS കിട്ടുന്നതും കിട്ടാത്തതൊന്നും ഈ വിഷയമില്ലായിരുന്നു. ഞാൻ അവരോട് എൻ്റെ പേര് ജോഷു എന്ന പേരിൻ്റെ അർത്ഥം ചോദിച്ചു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എബ്രായ ലേഖനത്തിൻ്റെ മഹത്വം ചോദിച്ചു. അപ്പോഴൊക്കെ നല്ലപോലെ ഗോസ്പൽ തന്നെ ഞാൻ അവരോട് പറയുകയുണ്ടായി. പിന്നെ ഒരിക്കൽ ആന്ധ്രയിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴും എൻ്റെ ഓർമ്മ, ഞാൻ ആ ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു. ഇപ്പോഴും എനിക്കത് ഒരു ഫിലിപ്പ് സാമുവലിനോട് ചോദിച്ചാൽ എനിക്കറിയാം.
അത് കറക്റ്റാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അങ്ങനെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അദ്ദേഹത്തെ കണ്ടതും അതേ ഇങ്ങനെ പറഞ്ഞെന്നും. അതുകൊണ്ട് ഏത് വേദിയിലും അത് ഇൻ്റർവ്യൂ ആയാലും ശരി, ഓഫ് കോഴ്സ് സൂക്ഷിക്കണം നമ്മൾ. എങ്കിലും കർത്താവിനെ ഉയർത്തുന്ന കാര്യത്തിൽ ഞാൻ ഒരുവിധം മുൻപന്തിയിലായതുകൊണ്ടായിരിക്കാം അനർഹമായ നന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ടായ നന്മകൾ സമകാലികരുടെ ഇടയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭൗതികമായിട്ട് എനിക്ക് പറയാൻ വയ്യ, ആത്മീയമായിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ വളരെ അധികമാണ്. എല്ലാത്തിനും ഒരു കാരണം ഞാൻ പറയുന്നത് കർത്താവിനെ ഉയർത്തുന്നതിൽ ഞാൻ മുൻപന്തി തന്നെ അന്നും ഇന്നും നിൽക്കുന്നതെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഈ സാറിൻ്റെ സ്വദേശം കൊല്ലം തന്നെയാണ്? കൊല്ലം തന്നെ. CSI പശ്ചാത്തലമായിരുന്നു. CSI. പാരൻസിൻ്റെ പേരെന്ന് പറയാമോ? ഫാദറിൻ്റെ പേര് ജോസഫ് ഡേവിഡ്, മദറിൻ്റെ പേര് സാറ ഡേവിഡ്. ഓക്കെ. ഫാദർ എന്തുമായിരുന്നു? ഫാദർ എൻജിൻ ഡ്രൈവർ, ട്രെയിനിൻ്റെ അല്ല, ഓട്ട് കമ്പനി, HNC എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു സാഹിബ്മാരുടെ. അതിൻ്റെ ഓട് ഇങ്ങനെ നിർമ്മിക്കുന്ന ഒരു മെഷീനുണ്ട്. ആ മെഷീനിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ. എനിവേ, പിന്നെ അങ്ങനെ ഒരു CSI പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന എങ്ങനെ? അതൊരു ദീർഘയാത്രയാണ്. ചെറുപ്പം മുതലേ എനിക്ക് ദൈവരാജ്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പാപത്തിൻ്റെ വഴികളിലൊക്കെ ഒത്തിരി വഴുതി വീഴാനുള്ള കാലം മുതൽ തന്നെയും യേശുവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും എങ്ങനെയോ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ കോളേജിൽ അന്ന് SCMA സ്റ്റുഡൻറ്റ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, അത് ഞാൻ പോകുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ തൃപ്തിയൊന്നും തോന്നിയില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെയാണ്. എനിക്ക് ദൈവം ഉള്ളവരുടെ ഒരു ഗ്രൂപ്പ്. അതിനകത്തൊരു സംശയവും ഇല്ല, നമുക്ക് സംശയമില്ല. പിന്നെ അപ്പോഴാണ് ദൈവം സഹായിച്ച് ഇവാഞ്ചിക്കൽ യൂണിയൻ EUൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. സാംസിസ് സാമുവൽ എന്ന നല്ല വ്യക്തി എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. അതേ എന്നെ ഒരു ക്ലാസ് സീനിയറായിരുന്നു. അതേ 1 വർഷത്തോളം എൻ്റെ പുറകിൽ നടന്ന് സുവിശേഷം പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ EUൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ വെച്ച് വേറെ CSI പള്ളി ഇവിടെ ഉണ്ട്. ആ ചർച്ചിൻ്റെ ബാക്ക് ബെഞ്ചുകളിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പ് നടത്താൻ അനുവാദം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് P. സത്കീർത്തി റാവു എന്ന ആന്ധ്രക്കാരനും PC വർഗീസ് എന്ന മറ്റൊരു വക്കീൽ പഠിച്ച അല്ലെങ്കിൽ BA പഠിച്ച PC വർഗീസ് എന്ന EUൻ്റെ സ്റ്റാഫ്, അവർ 2 പേരും കൂടി എന്നോട് യോഗം കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച് ഇൻ്ററാക്ട് ചെയ്തു. അപ്പോഴെനിക്ക് യേശു ഏകരക്ഷിതാവെന്ന് എനിക്ക് ആൾമോസ്റ്റ് കൺവിക്ഷൻ ഉണ്ടായി തുടങ്ങിയ സമയമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസം ഉണ്ടായില്ല. കർത്താവിൻ്റെ വരവൊന്നും അന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലായിരുന്നു. കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് അവർ പറഞ്ഞ് അത് ഒക്കെ ദൈവം വിശ്വാസം തന്നോളും, യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കാൻ തടസ്സമുണ്ടോ, പാപിയാണെന്നുള്ള സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ 19 വയസ്സ് കഴിഞ്ഞ പ്രായത്തിൽ യേശുവിനെ എൻ്റെ ടീനേജ് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാൻ സാധിച്ചു. ജബ്സെ പ്യാരാ യേശുവായ മേരാ ജീവൻ ബദൽ ഗയാ എന്ന് അത് സത്യമാണ്. എൻ്റെ ജീവിതത്തിലൊരു പുതിയ യുഗം തന്നെ ആരംഭിക്കുകയായിരുന്നു. കേരളത്തിലെ നല്ലൊരു ആക്ടറായിരുന്നു. മോണോ ആക്ടിന് ഒരു യൂണിവേഴ്സിറ്റി ഉള്ള കാലത്ത് ഐ ആം ദ സെക്കൻഡ് ബെസ്റ്റ് മോണോ ആക്ടർ. സാമുവൽ മത്തായി വൈസ് ചാൻസലറുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചു. അതോടുകൂടി ഞാൻ മോണോ ആക്ടിനോട് യാത്ര പറഞ്ഞു. പിന്നെ മോണോ ആക്ട് ഫാത്തിമ കോളേജിൽ 4 വർഷം മോണോ ആക്ട് ഞാനായിരുന്നു ഫസ്റ്റ്. അങ്ങനെയാണ് എന്നെ തിരഞ്ഞെടുത്ത് അവിടെ യൂണിവേഴ്സിറ്റി വിട്ട്. എനിക്ക് അതിൽ അഭിമാനമുണ്ട്. കാരണം ഈ രക്ഷിക്കപ്പെട്ട് അച്ഛൻ കുഞ്ഞിസാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കഞ്ഞികളെ പോലെ ഇരിക്കാൻ കഴിയാതെ പോയത്, കഞ്ഞിയാകാതിൻ്റെ ഒരു കാരണം പ്രസംഗിക്കാനും ആക്ട് ചെയ്യാനും ഒക്കെ നല്ല ഉത്സാഹം ഉണ്ടായതുകൊണ്ട് ആത്മീയ ഗോളത്തിൽ വന്നപ്പോഴും സുവിശേഷ അതേ ആവേശത്തോടുകൂടി പ്രവർത്തിക്കാനായി. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, അതായത് പഠനത്തിൽ വളരെ മികവുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ആദ്യകാലങ്ങളിലൊക്കെ ഒരു ആവറേജ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് എബോ ആവറേജായി. ബ്രില്യൻ്റ് എന്ന് എനിക്ക് പറയാൻ വയ്യ, പക്ഷേ നല്ലൊരു തലയുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പഠിക്കുമായിരുന്നു നല്ലപോലെ. പിന്നെ പഠിത്തമില്ലെങ്കിൽ രക്ഷയില്ലെന്ന്, ഈ തലമുറയിൽ അന്നത്തെ തലമുറയിൽ പോലും രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ചത്ത് പഠിക്കുമായിരുന്നു. PhD വരെ എത്തി. PhD വരെ എത്തി. അതെ. യാ ഈ പഠനാനന്തരം പിന്നെന്താ സംഭവിച്ചത്? പഠനാനന്തരം വീട്ടിലെ പ്രഷറുണ്ട്. ഞങ്ങൾ ജ്യേഷ്ഠന്മാർ പഠിത്തത്തിൽ വലുതായിട്ട് ഉയർന്നില്ല. അവർക്കൊന്നും കാര്യമായ ജോലിയൊന്നും ഇല്ല. അപ്പോഴും പിന്നെ ഞാൻ ജോലി ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം CSI ചർച്ചയിൽ നിന്നുണ്ടായി. എൻ്റെ അന്ന് പെന്തിക്കോസ്റ്റിൽ ചാഞ്ഞിരിക്കുന്ന സമയം അവരിൽ നിന്നും പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ. അങ്ങനെ ഫാത്തിമ കോളേജിൽ അവിടുത്തെ ഒരു നല്ല സ്റ്റുഡൻ്റൊക്കെ ആയതുകൊണ്ട് എന്നെ കത്തോലിക്കനല്ലെങ്കിൽ തന്നെ എന്നെ അവിടെ ആക്കി. അന്ന് കത്തോലിക്കർക്ക് താല്പര്യമുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരെ കത്തോലിക്കരാക്കുന്നത്. എന്നോട് പറഞ്ഞ് കത്തോലിക്കനായിയാണെങ്കിൽ ഈ ജോലി പെർമനൻ്റ് ആക്കാമെന്ന്. അപ്പോൾ അവിടുത്തെ അധ്യാപകനായിട്ട് ടെമ്പററി വേക്കൻസിയിൽ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ജോലി ഇല്ലെങ്കിലും ഐ വുഡ് കണ്ടിന്യൂ ആസ് എ പ്രൊട്ടസ്റ്റൻറ്റ്. അന്ന് പെന്തിക്കോസ് ആയില്ല. അത് കഴിഞ്ഞ് തുരുത്തിക്കാളിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അതും കുറച്ച് നാൾ കഴിഞ്ഞ് പെർമനൻ്റ് ആവും, ഷുവർ നിങ്ങളെ പെർമനൻ്റ് ആക്കുമെന്ന് പറഞ്ഞ് എന്നെ എടുത്തത്. അപ്പോഴേ സി ജോർജ് സാറിൻ്റെ കൂടെ ഞാൻ എവരിയം ക്രൂസൈഡിൽ ഒരു 8 മാസം നല്ല ശുശ്രൂഷ ചെയ്യാൻ ദൈവം കൃപ തന്നു. അപ്പം സാറ് പറഞ്ഞ് പെർമനൻ്റ് ഉടനെ ആക്കുന്നില്ലെങ്കിൽ സാറ് ഈ പോരും, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. സി ജോർജ് സാറിൻ്റെ കൂടെ കോട്ടയത്താണ് വർക്ക് കോട്ടയത്ത്. അങ്ങനെ കോട്ടയത്ത് ഇത്രയും ഫ്രണ്ട്സ് വന്നു. കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബന്ധം തിരുവനന്തപുരം ആണെങ്കിലും ഫ്രണ്ട്സ് കൂടുതൽ കോട്ടയത്താണ്. എനിവേ അത് കഴിഞ്ഞ് അപ്പോൾ സി ജോർജ് സാറിൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈ റെനി ജോർജ് അന്ന് റെനി ജോർജിനെ കുറിച്ചും ഈയിടെ റെനി ജോർജിൻ്റെ മോളെ കല്യാണത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞ് സാർ എന്നെ 5 മണിക്ക് അന്ന് ഈ IASൻ്റെ ഗ്ലാമറുള്ള സമയം, റിട്ടേൺ പരീക്ഷ പാസ്സായി കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ കളക്ടർക്ക് ആ സാധ്യതയുണ്ട്. അതുകൊണ്ട് റെനി അന്ന് കുരുത്തക്കടം തുടങ്ങിയില്ല. അന്ന് 16 വയസ്സേ ഉള്ളൂ. ഞാൻ 5 മണിക്ക് അയാളെ ഉണർത്തും. ഞങ്ങൾ രണ്ടും കൂടി കോട്ടയം ബസ് സ്റ്റാൻഡിൽ പോയി ട്രാക്ട് കൊടുക്കുമായിരുന്നു. റെനിയേയും കൂട്ടി. റെനി അത് വലിയ അഭിമാനത്തോടാണ് പറയുന്നത്. റെനിക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു എല്ലാത്ത ആളുകൾക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞാണ് പുള്ളി ഒത്തിരി കഴിഞ്ഞാണ് പിന്നീട് മദ്രാസിൽ പോയി കഴിഞ്ഞാൽ പുള്ളി വഴിതെറ്റിപ്പോയത്. സ്തോത്രം. പിന്നെ വീണ്ടും മടങ്ങി വന്നു. നമുക്കറിയാമല്ലോ കഥ. അപ്പോൾ കോട്ടയത്തെ വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. നല്ല ദൈവദാസന്മാർ ഒത്തിരി പേരെ പരിചയപ്പെടുവാനും അവരുമായിട്ട് വർക്ക് ചെയ്യാനും വളരെ മധുരിക്കുന്ന ഓർമ്മയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു. സെക്കുലർ ജോബ് ഞാൻ ശ്രമിച്ചെങ്കിലും അതിന് മുമ്പ് തന്നെ നേപ്പാളിൽ നിന്ന് എനിക്കൊരു ടീച്ചിങ് ജോബ് ഓഫർ ഇങ്ങോട്ട് വന്നു. ഒരു ടെലഗ്രാം വന്നു, പ്ലീസ് കം ടു കോർക്ക ഫോർ അക്സെപ്റ്റിംഗ് ടീച്ചിങ് ജോബ്. എനിക്കറിയാവുന്ന ഒരാൾ ആ ടെലഗ്രാം അയച്ചത്. അദ്ദേഹം അവിടുത്തെ സാറായിരുന്നു, രാജാവിൻ്റെ അവാർഡ് കിട്ടിയുള്ള തോമസ് വർഗീസ്. അന്ന് ഈ നേപ്പാളിനെ കുറിച്ചൊക്കെ സാറിന് എന്തെങ്കിലും അറിവോ കാര്യങ്ങളോ ഉണ്ടോ? അന്ന് എനിക്ക് നേപ്പാളിനെ കുറിച്ച് വലിയ അറിവില്ല. ഈ തോമസ് വർഗീസ് സാറും ഭാര്യയും അവിടെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് അല്പം കേട്ടിട്ടുണ്ട്, അല്ലാതെ ഒന്നും അറിയത്തില്ല. യൂത്ത് ഫോർ ക്രൈസ്റ്റിലൊരു വേലക്കാരൻ മാത്രം നേപ്പാളിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പരിചയമുള്ളൂ. ആ രാജ്യത്തെക്കുറിച്ചോ ആ രാജ്യത്തുള്ള ഒരു വിശ്വാസിയെക്കുറിച്ചോ ഒരു മലയാളി വിശ്വാസിയെ പോലും എനിക്ക് നേരിട്ട് പരിചയമില്ല. ഞാൻ നേപ്പാളിൽ ചെല്ലുമ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അയാളുടെ പേരും മറന്ന് കഴിഞ്ഞു. അത് എന്നാൽ ദൈവം എനിക്ക് അവിടെ സ്നേഹിതരെ തന്നു. അന്ന് ഈ നേപ്പാളിലോട്ടൊക്കെ പോകുന്നത് ദീർഘ ദിവസങ്ങളിലെടുത്ത് വേണം പോകാനായിട്ട്. അതെ, അന്ന് ഈ ട്രെയിനൊന്നും നേരിട്ട് കൊല്ലത്തു നിന്നും ഡൽഹിക്കൊന്നും ട്രെയിനുള്ള കാലമല്ല. ആദ്യം മദ്രാസിൽ പോകണം, അല്ലെങ്കിൽ കൽക്കട്ടയിൽ പോകണം. കൽക്കട്ടയിൽ ചെന്നിട്ട് പിന്നെ ഇത് സമസ്തിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. അവിടെ നിന്ന് ബീർഗഞ്ച്, ഇന്ത്യയുടെ ബോർഡർ, നേപ്പാൾ ബീഹാറിൻ്റെയും നേപ്പാളിൻ്റെയും ബോർഡറിൽ പോകണം. അവിടെ നിന്ന് ഒരു സൈക്കിൾ റിക്ഷയിൽ അവരുടെ ബീർഗഞ്ച് എന്ന് പറയുന്ന അവരുടെ നേപ്പാളിലെ ആദ്യത്തെ പട്ടണത്തിൽ പോകണം. അവിടെ നിന്ന് പിന്നെ 1.5-2 മണിക്കൂർ ബസ്സിൽ പോകണം. അത് കഴിഞ്ഞ് 3 ദിവസം നടന്നു പോകണം.
അപ്പം നടന്നു പോകുമ്പം ബാഗ് പെട്ടി ഒരു കൂലി നമുക്കെടുക്കാക്കത്തില്ല, അവരെടുക്കും, നമ്മൾ നടക്കും. അപ്പം നടന്നപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറയാം. ആദ്യത്തെ ഒരു മണിക്കൂർ ഞാൻ 12 പ്രാവശ്യം വീണു. കാരണം റോഡ് സ്റ്റേബിളല്ല, റോഡ് ഇത് കുന്നും കുഴിയും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ച് പോകാമെന്ന്. ഇത് നമുക്ക് പറ്റിയ, ഞാൻ കൊല്ലംകാരനാണ്, നല്ല നിരപ്പുള്ള സ്ഥലത്ത് ജീവിച്ചു വളർന്ന. അപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റണൊക്കെ ഞാൻ ഓർത്ത്, അതേ 40,000 കിലോമീറ്ററാണോ മൈലാണോ യാത്ര ചെയ്ത് നടന്ന് സുവിശേഷം അറിയിച്ചതും വൈദ്യ ശുശ്രൂഷ ചെയ്തതും ഒക്കെ ഞാൻ ഓർത്തു. അപ്പോൾ എൻ്റെ ഉള്ളൊരു നോർവീജിയൻ സായിപ്പ് ഉണ്ടായിരുന്നു. അതേ എന്നെ എൻകറേജ് ചെയ്തു, കമോൺ ജോഷുവ വാക്ക്. അങ്ങനെ നടന്ന് ആദ്യത്തെ വൈകുന്നേരം ആയപ്പം തന്നെ കാലൊക്കെ അങ്ങ് വല്ലാതെ ഒരു പരുവമായി. 2ാം ദിവസമായപ്പം പറയുകയും വേണ്ട. ആഹാരമാണെങ്കിൽ ഹോട്ടലൊന്നുമില്ല, എന്തോ ഒരു ചോറും ഭൂമിക്ക് അടിയിലിട്ട് ഒരു ചീര ഒരു വെള്ളം എന്തോ ഉണ്ട്, അത് ശൗര്യപടി എന്തോ തിന്നിട്ട് കളയേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് എനർജിയും കുറവായിരുന്നു. എങ്കിലും 3ാം ദിവസം റാപ്ചർ പോലെയായിരുന്നു. കർത്താവിൻ്റെ മടി ചെന്ന് വീഴുന്ന പോലെ അവിടുത്തെ ഹെഡ് മാസ്റ്ററിൻ്റെ ദേഹത്തോട്ട് വീഴുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2 ആഴ്ച രോഗിയായിട്ട് കിടന്നു. അതൊരു ട്രൈബൽ സ്കൂളോ വല്ലതും ആയിരുന്നോ അതോ? അതൊരു ഒരു 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 മിഷൻ സ്കൂളായിരുന്നു. മിഷൻ സ്കൂൾ, ആദ്യത്തെ മിഷൻ സ്കൂൾ. 2ാമത്തത് നേപ്പാളി സ്കൂളായിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ മിഷൻ സ്കൂളിൽ എത്ര രൂപ ശമ്പളം കിട്ടി? ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ വളരെ 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 പൂർ ശമ്പളം. ഒരു 250 300 അത്രേ ഉള്ളൂ. പക്ഷേ അന്ന് ഭയങ്കര ആത്മഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ നേപ്പാളി ഒരു ആത്മാവിനെ നേടുന്നത് $30,000 കിട്ടുന്നതിനേക്കാൾ വലുതാണെന്ന് കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഒരു പിറവുറപ്പില്ല. അതിലൊരു 200 രൂപ ഞാൻ നാട്ടിൽ എൻ്റെ അപ്പന് അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം അപ്പന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഇത്രയും പഠിപ്പിച്ച് നീ പണം അയച്ചു വെക്കുള്ളൂ, അങ്ങനെ പണം അയക്കുക. ബാക്കിയുള്ള തുക അവിടെ പിന്നെ വലിയ ചിലവൊന്നുമില്ല. ഇറച്ചി മീനൊക്കെ മീൻ കിട്ടത്തില്ല, ഇറച്ചി ഉത്സവ ദിവസങ്ങളിലേ ഉള്ളു. പിന്നെ ഉരുളക്കിഴങ്ങും പരിപ്പും ഒക്കെ ഉള്ളു, വല്ലപ്പോഴും മുട്ട, ഒരു കാട്ടുകോഴി വല്ലപ്പോഴും കിട്ടിയെങ്കിൽ ആയി. അതുകൊണ്ട് ചിലവ് വലുതായിട്ടില്ല. പാൻറ്റും ഷർട്ടും ഒക്കെ കഴുകി തേക്കണമെന്ന് പോലും ഇല്ല, അത്ര പരിഷ്കാരമൊക്കെ ഉള്ളായിരുന്നു. അപ്പോഴേക്ക് അവിടെ പോകുമ്പോഴേക്കും ഒരു പെന്തിക്കോസുകാരനായിട്ടാണ് പോകുന്നത്. അവിടെ പെന്തിക്കോസ്, അതായത് ഈ സി ജോർജ് സാറിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ പെന്തിക്കോസിലേക്ക് വന്നു. പെന്തിക്കോസാക്കി. ആ പെന്തിക്കോസ് ആകുന്നത് ഞാൻ IAS റിട്ടേൺ പരീക്ഷ കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് ആഗ്രഹിച്ചെങ്കിലും ഞാൻ സന്തോഷം കൂടി പരീക്ഷ എഴുതാൻ പോകുമെന്ന് കരുതി പരീക്ഷ തീർന്നു കഴിഞ്ഞാൽ പോയി സ്നാനപ്പെട്ടു. അന്ന് CPM-നോടൊരു വീക്ക്നെസ് ഉള്ള സമയമാണ് സിലോൺ പെന്തിക്കോസ്. അന്ന് നല്ല ആളുകളെല്ലാം CPM-ലാണ് പോകുന്നത്, സ്നാനപ്പെടുന്ന ഒരു പറച്ചിലന്നുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഡോക്ടർ കല്യാണിക്കുട്ടിയമ്മ, അരുൾദാസ്, അങ്ങനെ പ്രമുഖരായ തിരുവനന്തപുരത്ത് പലരും അവിടെ സ്നാനപ്പെട്ടത്. അപ്പം ഞാനും അവിടെ തന്നെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം കൊല്ലത്ത് അസംബ്ലി സ്ക്വാഡുകാരെല്ലാം എന്നെ ഫയർ ചെയ്തു, അവിടെ പോയി സ്നാനപ്പെട്ടു. അപ്പോൾ തിരുവനന്തപുരത്ത് സ്നാനപ്പെടാൻ കാരണം കൊല്ലത്ത് CSI അച്ഛനൊക്കെ നല്ല ഉത്സാഹത്തോടെ നിൽക്കുന്ന സമയം. അദ്ദേഹം പറഞ്ഞ് പറക്ക പറ്റിയപ്പം പറന്നു പോകുന്ന സ്വഭാവം ശരിയല്ല, അവർ പ്രയാസം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അല്പ ധൈര്യക്കുറവുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഈ TPM സ്നാനപ്പെട്ടിട്ട് പിന്നെ AG-യിൽ വന്നു വിട്ടത് എങ്ങനെയാണ്? അതും പറയാം. CPM-ൽ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ കോട്ടയത്ത് വന്നപ്പം കാണാം, അവിടെ അന്നത്തെ CPM കോട്ടയത്തിൽ പുരുഷന്മാർ തീരെ കുറവ്, 2, 3, 4 പേര്, ശ്വസിക്കാൻ പ്രയാസമാണ്, സ്ത്രീകളേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഞാനൊരു EU-ൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇന്ത്യൻ ഡിനോമിനേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ CPM ചെന്നുടനെ മറ്റ് പെന്തിക്കോസുകാരോട് പോലും കൂട്ടായ്മ പാടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതെൻ്റെ ഒട്ടും എനിക്ക് ദഹിക്കാതെ തോന്നി. ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു ജോർജ് തോമസ് എന്ന് പറയും, അമേരിക്കയിലായിരുന്നു. ഇപ്പോഴും ജീവനോടുണ്ടോ എന്ന് എനിക്ക് ഇതൊരിക്കലും പിടികിട്ടിട്ടില്ല.
ജോർജ് തോമസ് അറിയാവുന്നു, ഗൂഡല്ലൂരൊക്കെ ഉണ്ടായിരുന്നു. ആ കോട്ടയം കൊല്ലാടുകാരൻ. കൊല്ലം ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ക്ഷമിക്കണം, ഞാൻ പലരോടും ചോദിച്ചിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഞാൻ തരാം. അദ്ദേഹം എൻ്റെ അന്ന് ഇപ്പോൾ IAS ഗ്ലാമറും ഉണ്ടായിരിക്കാം, എന്നോട് ഭയങ്കര അടുപ്പമായി. പിന്നെ ഓഫ് കോഴ്സ് സി വി മാത്യു, അതല്ല, ഞങ്ങൾ കോട്ടയത്ത് വെച്ച് ഞങ്ങൾ മൂന്നും കൂടി ഒരു രാത്രി ഭാവിയെക്കുറിച്ച്, പ്രത്യേകിച്ച് എൻ്റെ ഭാവിയെക്കുറിച്ച് അവരെല്ലാം കൊണ്ട് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവർ പറഞ്ഞ് ഒരു തീരുമാനമെടുത്ത് CPM അഡ്ജസ്റ്റ് ചെയ്ത് പ്രയാസമാണെങ്കിൽ പിന്നെ ഉപദേശവും ചിലതിനോടൊപ്പം എനിക്ക് യോജിപ്പ് വരുന്നില്ല, അവർ മാത്രമേ സ്വർഗത്തിൽ ഒരു നല്ല സ്ഥാനം കിട്ടത്തുള്ളൂ എന്നൊക്കെയൊന്നും അതൊന്നും എനിക്ക് വലിയ തിയോളജി അറിഞ്ഞുകൂടെങ്കിലും അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു നമുക്ക് എവിടെ ആയാലും ചർച്ച് ഓഫ് ഗോഡ്, IPC, AG ഇത് 3 ഓരോ സ്ഥലത്ത് ഉള്ളത് ആ ചർച്ചിൽ ജോയിൻ ചെയ്യുന്നു. അമ്മ കൊല്ലത്തന്ന് CPM കഴിഞ്ഞാൽ പിന്നെ AG ഉള്ളു, IPC ഇല്ല, ചർച്ച് ഓഫ് ഗോഡും ഇല്ല. അങ്ങനെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി AGയിലുണ്ട്, വൈഡാൻസ് തുടങ്ങിയവരില്ല. അങ്ങനെ AGയിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും എല്ലാ ചർച്ച് എവിഎം ക്രൂസൈഡ് സ്റ്റാരപ്പെട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ മറ്റ് ചർച്ച് ഈ ക്ലാസിക്കൽ ചർച്ചുകൾ ഒന്നും തന്നെ പോയിട്ടില്ല ആരാധനയ്ക്ക്. ഒരിക്കലും എന്താ ഒരു മർത്തോമ ചർച്ചിൽ പോയിട്ട് ഓർക്കുന്നത്, എന്തോ ബൈ റീസൺ. ബാക്കി സുവിശേഷ കാര്യത്തിൽ എവിഎം ക്രൂസൈഡ് വർക്കോ ബൈബിൾ സൊസൈറ്റിയോ മറ്റേ ഇൻ്റർ ഡിനോമിനേഷൻ വർക്കിൽ ഞാൻ സഹകരിക്കും. എന്നാൽ ആരാധനയുടെ കാര്യത്തിൽ എനിക്ക് കിട്ടിയ വെളിച്ചം അനുസരിച്ച് വേറൊരു ചർച്ചിലും ഞാൻ പോയിട്ടില്ല ഒരിക്കലും. ഈ 50 സ്ഥാനപ്പെട്ടിട്ട് 10-60 വർഷമായി. ഈ 60 വർഷത്തിൽ ഒരു ചർച്ചിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഒരു നോൺ പെന്റിക്കോസ്റ്റ് ചർച്ചിൽ പോയത്. അപ്പം ഈ നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞ് എങ്ങനെ കൂട്ടായ്മയ്ക്കൊക്കെ സൗകര്യം? ഞാൻ ചെന്നപ്പോൾ ഡിനോമിനേഷൻ തുടങ്ങിയിട്ടില്ല, ഇല്ല. ചെറിയ ചെറിയ ഹൗസ് ചർച്ചുകൾ ഞങ്ങളെ സ്കൂളിനോട് ചേർന്ന് നല്ലൊരു ഫേമസ് സ്കൂളായതുകൊണ്ട് ഒരു ചാപ്പലുണ്ടായിരുന്നു. ആ ചാപ്പലിലൊരു നേപ്പാളി ആരാധന ഉണ്ടായിരുന്നു. അതൊരു പെന്റിക്കോസ്റ്റൽ സ്റ്റൈലിലെ ഒരു ആരാധന, പൂർണ്ണമായിട്ടൊന്നും പറയാൻ വയ്യ, സാക്ഷ്യം അത്ര പറയുന്ന നോക്കുന്നില്ല, വർഷിപ്പ്, പാട്ട്, പ്രസംഗം, അതാണ് മെയിൻ. ഓക്കെ. ഈ അന്ന് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമല്ലേ? ഹിന്ദു രാഷ്ട്രം. അപ്പോൾ അവിടെ ഈ സുവിശേഷം പറയാനൊക്കെ അനുവാദം ഉണ്ടായിരുന്നു അന്ന് പേഴ്സണൽ ഇവാഞ്ചലിസവും പ്രാർത്ഥനയും ശക്തമായിട്ട് നടക്കും. അതിന് രാജാവിന് പോലും എതിർപ്പില്ല. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരോട് പങ്കിടുന്നത് അവർക്കെതിരില്ല. അവർ ട്രാക്ട് കൊടുക്കുന്നതിൽ പരസ്യയോഗങ്ങൾ എല്ലാം എതിരാണ്. അപ്പം ഞങ്ങൾ പരസ്യയോഗത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അങ്ങോട്ട് ചെന്നതുകൊണ്ട് ആദ്യം വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 8 മുതൽ 10 വരെ 2 മണിക്കൂർ ഞങ്ങൾ ശക്തമായ നേപ്പാളിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പം ചില കോൺഫറൻസ് ഞങ്ങൾ പോകേണ്ട 300 ക്രിസ്ത്യാനികളെ ഉള്ളു നേപ്പാളിൽ മൊത്തം ആ കാലത്ത്. ഏത് വർഷം? 1968. എന്നാൽ ഞാനവിടെ 73 ആയപ്പം ഞാൻ അവിടെ നിന്ന് പിരിയുമ്പോൾ ഏകദേശം 10,000 ക്രിസ്ത്യാനികളായി കഴിഞ്ഞു. 68 മുതൽ 73 വരെ സാർ അവിടെ ഉണ്ടായിരുന്നു. 5 വർഷം. ഈ ഡിസംബർ വരെ ഉണ്ട്, 5.5 വർഷം. അപ്പോഴേക്ക് 10,000 പേര് ആയി കഴിഞ്ഞു. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അതൊരു വലിയ വളർച്ചയാണ്. അത് തന്നെ വളർച്ച. ഇപ്പം പല കണക്ക് പറയുന്നു, 30 ലക്ഷം എന്ന് പറയുന്നു, 35 ലക്ഷം എന്ന് പറയുന്നു. എനിവേ 25-30 ലക്ഷം ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുണ്ടെന്നാണ് ധാരണ. അവിടെ നിന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം വളർച്ചയുള്ള ഒരു ചർച്ചാണ് നേപ്പാൾ. ഈ നേപ്പാളിൽ പിന്നെ സാർ പോയിട്ടുണ്ടോ? പിന്നീട് 2 പ്രാവശ്യം പോയിട്ട്. ഒന്ന് നേപ്പാൾ വീണ്ടും കാണാനും ഞാൻ വർക്ക് ചെയ്ത സ്ഥലമെല്ലാം കാണാനും ഒക്കെ പോയി. രണ്ടാമത് ICPFൻ്റെ ഒരു ക്യാമ്പിന് പോയി. ICPFൻ്റെ നേപ്പാളിൽ വർക്കുണ്ട്? ഇപ്പം വർക്കുണ്ട്. ഞാനുള്ളപ്പോഴാണ് EU-കാരെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് വാസ്തവത്തിൽ. അത് എത്ര പേർക്ക് അറിഞ്ഞുകൂടാ. ബിജു എബ്രഹാമിനെയൊക്കെ വിളിക്കുന്നു. പിന്നീട് ഞാൻ കൊണ്ടുപോയ ഒരാളെ PA തോമസ് അറിയായിരിക്കും, തലപ്പാടി IPCയിലോട്ട്. ഇപ്പം അല്ല യാക്കോബക്കാരനായിട്ടാണ് വന്നത്. ഇപ്പോഴും ആ യാക്കോബ് പിടിയുണ്ട് പുള്ളിക്ക് അല്പം. അദ്ദേഹം പിന്നെ EUവിൻ്റെ ഒരു വലിയ വക്താവായി മാറി, ഒത്തിരി അധ്വാനിച്ച്.
ഈ നേപ്പാളിൽ നിന്നാണോ പിന്നെ ICPF-ആയിട്ട് ബന്ധപ്പെടുന്നത്? അല്ല അല്ല, നേപ്പാൾ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് സാൻഡ്വിച്ച് പോലെ ആസാമിലും ഛത്തീസ്ഗഡിലും ഓരോ വർഷം ഉണ്ടായിരുന്നു. നേപ്പാളിൽ അത് കഴിഞ്ഞിട്ട് അതും അധ്യാപകനായിട്ട് തന്നെ പോയത്? അധ്യാപകനായിട്ട്. അത് കഴിഞ്ഞ് കാശ്മീരിലും അധ്യാപകനായിട്ട് 6.5 വർഷം ഉണ്ടായിരുന്നു. നേപ്പാളിൽ 5.5 വർഷം, പിന്നെ ഛത്തീസ്ഗഡിലും ആസാമിലും ഓരോ വർഷം, അത് കഴിഞ്ഞിട്ട് 6.5 വർഷം കാശ്മീരിലും വർക്ക് ചെയ്തു. അന്നത്തെ കാശ്മീരിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. അന്നത്തെ കാശ്മീരിൽ പരസ്യങ്ങൾ നടത്താമായിരുന്നു. പരസ്യമായിട്ട് ഞങ്ങൾ ആ രാജ്യത്ത് നിന്ന് ജവഹർ ടണൽ എന്ന് പറയും, കാശ്മീരിനെയും ജമ്മുവിനെയും വേർതിരിക്കുന്ന വലിയ ടണലുണ്ട്. ആ ടണൽ ഇറങ്ങി കഴിയുന്നതും ഷെയ്ഖ് അബ്ദുള്ള മരിക്കുന്നു. ഷെയ്ഖ് അബ്ദുള്ള മരിക്കുന്നവരെ കാശ്മീർ വാസ് ആൻ ഐലൻഡ് ഓഫ് പീസ്, വളരെ സമാധാനമുള്ള സ്ഥലമായിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ആണ് ഈ ഗഡ്ബഡെല്ലാം തുടങ്ങിയത്. ഭീകരന്മാർ തുടങ്ങിയതും പിന്നെ മിലിറ്ററിയുടെ പ്രസൻസ് കൂടിയതും എല്ലാം ഈ ഷെയ്ഖ് അബ്ദുള്ള മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്ന് സാർ അവിടെ ഉണ്ട്? മരിക്കുമ്പോൾ ഞാൻ ശ്രീനഗർ വിട്ടു. ഞാനുള്ള സമയം ആക്ച്വലി ഐലൻഡ് ഓഫ് പീസ്. ഞാനുള്ളപ്പം ബൂട്ടെ കൊന്നത് ഒരു ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ഒരല്പം പ്രയാസമുണ്ടായി. പിന്നെ ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഭൂട്ടോയെ കൊന്നപ്പോൾ ഒരു മസിയാണ് അയാളെ ഈ ചരട് വലിച്ചത്. അയാളും ക്രിസ്ത്യാനിറ്റിയോ ആട്ടോ ഒന്നും ഒരു ബന്ധമുള്ള ആളല്ല, ജോലി ചെയ്ത. പക്ഷേ ഈ കാശ്മീരിൽ ബുദ്ധി ഇല്ലാത്തവരും ഉണ്ട്, ബുദ്ധിയുള്ളവരും ഉണ്ട്. അപ്പം ബുദ്ധി ഇല്ലാത്തവരാണോ എന്തോ ആരാണെന്ന് CNI ചർച്ച് തീ കത്തിച്ചു, കുറേ ഭാഗം കത്തിച്ചു. അവർ തന്നെ പലതും കൊടുത്തു. ഷെയ്ഖ് അബ്ദുള്ള മകൻ, മറ്റുള്ള പേരെന്തോ ഉമ്മറിൻ്റെ അപ്പൻ ഫറൂഖ് എന്നെ ഉണ്ടാക്കി കൊടുത്തു. ഫറൂഖ് വിവാഹം കഴിച്ചേക്കുന്ന സ്കോട്ടിഷ് മദാമ്മയെ, നോർമൽ ക്രിസ്ത്യനായിരിക്കും. അതുകൊണ്ട് അയാൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ വലിയ സപ്പോർട്ടറായിരുന്നു. ഇതെവിടെയായിരുന്നു? ഏത് സ്കൂളായിരുന്നു ഇത്? ബിസ്കോ സ്കൂൾ, ടിൻഡയിൽ ബിസ്കോ സ്കൂളും മാലിസൺ സ്കൂളും ഒരു കോമ്പൗണ്ടിലാണ്. ടിൻഡയിൽ ബിസ്കോ സ്കൂൾ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ഏറ്റവും നല്ല സ്കൂൾ. മാലിസൺ സ്കൂൾ അവിടെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ. ഗേൾസ് സ്കൂളിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഞങ്ങൾ ഹെഡ് മിസ്റ്റേഴ്സും ഒരു സിലോൺ പെന്തിക്കോസുകാരിയായിരുന്നു. എന്തായാലും ശരി, ആ കാശ്മീരിലെ ഒരു നേട്ടം, ഞങ്ങളുള്ളപ്പം വരെ അസംബ്ലിയിൽ ഒരു 3 മിനിറ്റ് സുവിശേഷം പറയാൻ അസംബ്ലിയിൽ അവസരം ഉണ്ടായിരുന്നു. ഈ കാശ്മീരിലെ നിയമസഭയ്ക്കകത്ത് 600 പേരുള്ള പെൺകുട്ടികളുടെ അസംബ്ലിയിൽ 3 മിനിറ്റ് സ്കൂൾ അസംബ്ലിയിൽ സുവിശേഷം പറയാം. പ്രയർ ടൈമാ, ഒരു പാട്ട് പാടും. അത് കഴിഞ്ഞ് ഹെഡ്മിസ്ട്രസ്സാണ് മിക്കവാറും പ്രസംഗിക്കുന്നത്. എനിക്ക് ആഴ്ച 2 ആണോ 3 ആണോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിച്ചത്. ആ 3 മിനിറ്റിൽ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ തീർന്നു കഴിഞ്ഞ് ടീച്ചേഴ്സൊക്കെ മുഖം ഇച്ചിരി വാടുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പിന്നെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളാണ്. ആ നിത്യതയിലേ നമുക്ക് വെളിപ്പെടുത്തുള്ളൂ. ഞാൻ ആൾട്ടർ കാൾ വരെ കൊടുക്കുമ്പോൾ അവർ കൈ പൊക്കുകയും ചെയ്യും. പക്ഷെ അവരൊക്കെ പള്ളിയിലൊന്നും വന്ന് കണ്ടിട്ടില്ല. പക്ഷെ നിത്യത ചിലപ്പം ചിലർ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മേ ബി. അപ്പം പിന്നെ കാശ്മീരിൽ അങ്ങനെ 6.5 വർഷത്തെ പ്രവർത്തനം അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് അത് കഴിഞ്ഞാണ് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ മുരളീധർ എനിക്കൊരു എഴുത്തെഴുതി, വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഫുൾ ഗോസ്പൽ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ്, വി വാണ്ടഡ് യോഗ്യയായ ഒരു സ്റ്റാഫിന് വേണം. ജോഷുവയാണ് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. പക്ഷേ നിങ്ങളവിടെ നല്ലൊരു ജോലി കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിളിക്കാൻ മടിയുണ്ട്. ഞാൻ പറയും പാസ്റ്ററിട്ട് പോയാൽ പാസ്റ്റൈഡൻസുണ്ട്. അങ്ങനെ ആരെയും നോക്കില്ല, ആളെ വഴിയില്ല. 3 മക്കൾ, അമ്മ നാട്ടിലുണ്ട്. സാന്താര ജോലി, എൻ്റെ ജോലി രാജിവെച്ച് ആ ഇടയ്ക്ക് ഞങ്ങൾക്ക് നല്ലൊരു ബന്ധമാവും ഈ പേര് അലോട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സപ്പോർട്ടേയും വളരെ ഡ്യൂട്ടുള്ള ആപ്പിളും റോസാ പൂക്കളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നല്ലോ റോസയുടെ ആ സാധനം ആയിക്കോട്ടെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ കോൾ വരുന്നത്. കോൾ വിത്തിൻ എ കോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർ മുരളിയുടെ പുള്ളിയാണ് പിന്നെ മോട്ടിവേറ്റ് ചെയ്തത്.
പക്ഷേ ദൈവം ഒരു ഉൾവിരി ഉണ്ടായിരുന്നല്ലോ. 10ാം വരെ ഫുൾ ടൈം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആക്ച്വലി ആ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോഴും ഒരു വിഷണറി മനസ്സോടെയാണ് നമ്മൾ ഇല്ല. അന്ന് നാട്ടിലുള്ളവർക്ക് ഞാൻ ജോലി ചെയ്യുന്ന കാര്യം അറിയത്തില്ല. നമ്മൾ മിഷണറി സ്വന്തക്കാരനെ നഷ്ടപ്പെട്ടതുള്ള രാമൻ്റെ കൂടെ ഈ സീത ശാന്ത എങ്ങനെ പോയി, എന്തോ ഒരു മണ്ടത്തരം അവൾ ചെയ്ത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് സ്വന്തക്കാരുടെ. ഇതിനിടയ്ക്ക് കല്യാണം എങ്ങനെ നടന്നു? കല്യാണം ശാന്ത എൻ്റെ അക്കൻ നല്ല റെയിൽവേയിൽ ടീച്ചറൊക്കെ ആയിരുന്നു. നല്ല കൊല്ലത്ത് നല്ല വീടുമൊക്കെ ആയിരുന്നു. എൻ്റെ വീട് വളർച്ചയെന്ന് അതെന്തിരിക്കുമ്പം അവരുടെ അക്കൻ മരിച്ചു, സെറ്റ് മരിച്ചു. അത് കഴിഞ്ഞാൽ വെച്ച് പ്രയാസത്തിലായ സമയത്ത് കൂടി ആയതുകൊണ്ടായിരിക്കാം ആ കല്യാണം നടന്നത്. അല്ലെങ്കിൽ വലിയ കുടുംബത്തിലായതുകൊണ്ട് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ അന്നത്തെ കാലത്ത് ഇന്നർ മാനിച്ച് ഇമ്പോർട്ടൻസ് ഉള്ള കാലമോ അത്. ഇപ്പോൾ ഔട്ടർ മാനാണല്ലോ. അത് പ്രിയമായകനുണ്ട്, സാമ്പത്തികം, സൗന്ദര്യം, കണ്ണൂർ പുരിയം, ഇതൊക്കെയാണല്ലോ പ്രകാരം. അപ്പം അന്ന് ഈ ഞാൻ പഠിക്കാൻ വിടത്തരമാണ് ആത്മീയത്തിൽ. അന്ന് ചെറുപ്പക്കാരിൽ സാക്ഷി സാമോല് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരുന്നു കൊല്ലത്തൊരു ആത്മീയത്തിൽ മുന്നിലേക്ക് ഒരു ചെറുപ്പം. ആ ഒരു അട്രാക്ഷൻ ഉണ്ട്. സോ അവിടെ പലരും ഇതായി നീക്കൊണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എന്തി ഞാൻ എവിടെ കാശ്മീരായി. അപ്പം ശാന്തയെക്കുറിച്ച് എന്ന് ചിന്തിക്കുന്നു അന്നുപോലെ ശാന്തയെക്കുറിച്ച് ചിന്തിക്കുന്നു. അല്ലാതെ CSIയിൽ ഒരു ചാണെങ്കിൽ ട്രെയിനോമെന്ന് തോന്നുന്നു ഉണ്ടായിട്ടില്ല. AG വന്നു കഴിഞ്ഞ് 2 ആഴ്ച ഒരുമിച്ച് ആരാഴ്ചട്ടുള്ളൂ. അപ്പം ഒന്നുമില്ല. പുള്ളിക്കാരിയൊക്കെ എങ്ങനെ വിശ്വാസത്തിൽ വന്നു? പുള്ളി അവരുടെ വീട്ടിൽ അമ്മ ആദ്യം വിശ്വാസം അല്ല, അമ്മ ആദ്യം സ്ഥാനപ്പെട്ടു. അത് കഴിഞ്ഞ് അവരുടെ ആങ്ങളെ വിശ്വാസമുണ്ട്. അങ്ങനെ പടിപടിയായിട്ട് മിക്കവാറും ഒരു മൂക്ക മോളും അരിപോലും ഒഴിച്ച് ബാക്കിയിട്ട്. പുള്ളിക്കാരി എന്തുമായിരുന്നു വിദ്യാഭ്യാസം? എന്തുവായിരുന്നു? BSc ഹോം സയൻസ്. പുള്ളി MSc പോകാൻ കാത്തിരിക്കുമ്പോഴാണ് ഇതെൻ്റെ ആണല്ലോ ഇപ്പോഴും അതൊക്കെ പഠിക്കാൻ പുള്ളി മിടിക്കുക. ഞാൻ പറഞ്ഞ ഒഴക്കണക്ക് വിദ്യയല്ലേ നേപ്പാളിൽ ആ കാലഘട്ടത്തിൽ തിരങ്ങി വന്നു സ്വന്തത്തിൽ വലിയ പൊതുവെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിച്ചങ്ങ് കാശ്മീരിലോട്ട് കൊണ്ടുപോയി. അല്ലല്ല നേപ്പാളിലോട്ടാണ് പോകണം. ഓക്കെ 3 ദിവസം നടക്കണമെന്നൊന്നും പുള്ളിയോട് പറഞ്ഞില്ല. ജീവിതം പ്രയാസമാണ്. ഞാൻ ചെയ്യുന്ന ജോലി എലവൻ രാജിവെച്ചിട്ട് ഭർത്താവിൻ്റെ വേല അവസ്ഥ പുള്ളി 1.5 നോയും പറഞ്ഞത്. അന്ന് പുള്ളി അത് ഉടുക്കാവുന്നതിലേക്ക് ഏറ്റവും മോശപ്പെട്ടൊരു സാരി ഉടുക്കാൻ വന്ന് അഥവാ കട്ടുന്നതിലേക്ക് പൂക്കോട്ട് ഗുരുദേവ് വിചാരിച്ചത് ഔട്ട് ഇന്നർ മാൻ ഇന്നർ വുമണെ പണ്ട് കണ്ണന്തയും കെട്ടിയാൽ മതി എന്ന് നോക്കും. പക്ഷേ നമുക്ക് ആദ്യമേ പ്രാർത്ഥിച്ചെ ഈ കുട്ടി എന്നാണ് ഈ കല്യാണം കഴിച്ച് പുള്ളിക്കാരി ഒരു ശാന്ത എന്നുള്ള പേര് പോലെ തന്നെ ഒരു ശാന്തമ്മയായിരുന്നു. ശാന്തയായി ഉണ്ടാക്കി. എന്നാൽ എന്നാൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസവും സാധാരണ കുടുംബജീവിതത്തിന് കൂടുതലായിട്ടുള്ള ശാന്തമില്ലാതെ ഇപ്പം ചിലപ്പോൾ പെരുമാറുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനും പൊതുവെ ആളുകൾ പറയുന്നത് ജോഷ് കൂടുതലൊരു ഭാര്യയായിരിക്കുന്നപ്പോൾ ഈസിയാണ്. പക്ഷേ അത്ര ഈസിയല്ല എൻ്റെ ജീവിതം. ഞാൻ ചിലപ്പം 10 രൂപ കൊടുത്തിട്ടായിരിക്കും കോഴിക്കോടും കണ്ണൂരിലൊക്കെ പോകും. ഒരു ഒറ്റയ്ക്ക് അത് 1000 രൂപ ഉണ്ടോ? ഒത്തിരി യാത്ര ചെയ്യുമ്പോൾ ഇത്രയും കഷ്ടം എന്നേക്കാൾ കഷ്ടപ്പെടുത്തി ശാന്തയെ വഹിച്ചത്. പക്ഷെ ശാന്തയ്ക്ക് എന്നെ മോട്ടിവേറ്റ് കൊടുത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. മനസ്സിലല്ലേ? നല്ല മക്കളെ ദൈവം കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ ഈ ICBയിൽ ജീവിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. എത്ര വേണ്ടൊക്കെ ഇപ്പോൾ അതുകൊണ്ട് വരുന്ന. പിന്നെ ആഫ്രിക്ക ഒഴിച്ച് അമേരിക്ക പോയിട്ടില്ല. യൂറോപ്പിൽ പോയി, ഓസ്ട്രേലിയ 2 പ്രാവശ്യം പോയി. അങ്ങനെ യോഗപ്രകാരം അന്ന് ഒന്നും ദൈവം കുറച്ചില്ല സാറിന്. എനിക്കാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ അങ്ങനെ പറഞ്ഞു നടക്കുക. ഇന്ത്യയിലെ 4-5 സ്റ്റേറ്റ് വെച്ച് എല്ലാ സ്റ്റേറ്റിലും പോയി. കേരള 14 ജില്ലയിൽ പോയി പ്രസൻറ്റ്. പിന്നെ ആഫ്രിക്ക വെച്ച് എല്ലാ പോകേണ്ടതിൽ പോയി. അമേരിക്ക 7 പ്രാവശ്യം പോയി. മറ്റേ ആസ്ട്രേലിയ 1 പ്രാവശ്യം പോയി. അങ്ങനെ 4-5 പുസ്തകം എഴുതി. ഡാൻസ് ഓഫ് ബുക്ക് ഇംഗ്ലീഷ്
ക്വയറ്റ് മലയാളത്തിൽ യുവലോക നായിക ബുക്ക്, പിന്നെ പയത്തെ മലയാളത്തിൽ, പിന്നെ ഭീഷണിയെ കുറിച്ച് എഴുതി, 15-16 ബുക്ക് എഴുതി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 37 വർഷം ഈ മുറിയിൽ വെച്ച് ICPFൻ്റെ ഫേസ്ബുക്കാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഇപ്പം സാറിൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ഒരു കാലഘട്ടമായിരുന്നു ഈ പിന്നെ കാശ്മീർ വരെയുള്ള കാലഘട്ടം. അപ്പോൾ അത് ഒരേ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അങ്ങനെ കാശ്മീരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ മുരളിയുടെ ഒരു കത്ത് വരുന്നത്, ഒരു മക്കതോന്യ വിളി പോലെ അല്ലേ. അപ്പം അവിടെ ഒരു അധ്യാപകനായിട്ട് ആ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് രണ്ടുപേരും ജോലി ചെയ്യുന്നു. നല്ല ബംഗ്ലാവൊക്കെ നിങ്ങൾക്ക് അവിടെ നല്ല സെമിട്രി ഒക്കെ കാത്തിരിക്കുന്നു. അതെല്ലാം ഉണ്ടായിട്ടും ഡോക്ടർ മുരളിയുടെ ഒരു കത്ത് കിട്ടുകയാണ് ആ സമയത്ത്. ആ കത്തിൽ ഇങ്ങനെ ICPF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു, നമുക്കൊരു സ്റ്റാഫ് വർക്കറെ വേണം. അങ്ങനെ ആ ഒരു വിളിയാവും. ആ വിളി അങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. തോമസ് സാറ് പറഞ്ഞു, 5 വർഷം ലീവ് എടുത്തു വാ, ഇത് ICPF ഒത്തില്ലെങ്കിൽ തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഇരിക്കില്ല. ഓക്കെ, അതിലേക്ക് വരാൻ നമ്മൾ. എനിവേ, ജോഷുവ സാറിൻ്റെ ജീവിതത്തിൻ്റെ 1ാം ഘട്ടം ഇവിടെ കൊണ്ട് പൂർത്തിയാകുകയാണ് ഈ എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിൽ ICPFുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണല്ലോ സാറിനെ നമുക്കൊക്കെ പരിചിതനാക്കിയത് ICPF ആണ്. ICPFുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ആ എൻട്രി, സാർ ആ കോൾ ഏറ്റെടുത്തു. ICPFൻ്റെ ആദ്യത്തെ സ്റ്റാഫ് വർക്കറായിട്ട് കേരളത്തിലേക്ക് വരികയാണ്, പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ കഥകളിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്.